السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ورب زدنا علما. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയപ്പെട്ട പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ലഭിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു തആല അവന്റെ ഇൽമ കേൾക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് നൽകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് പ്രദാനം ചെയ്യുമെന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഖൈർ ഉദ്ദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഉദ്ദേശിക്കുന്ന വിഷയം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മാതാപിതാക്കളുടെ തൃപ്തി അത് കരസ്ഥമാക്കുക എന്നത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നതാണ് എന്ന് നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. ചെറിയ പ്രായത്തിലെ നമുക്കറിയുന്ന കാര്യമാണ്. ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവന്റെ പ്രകൃതിയാൽ തന്നെ അവൻ ലൂട്ടപ്പെട്ട കാര്യമാണ് തന്റെ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ വർത്തിക്കുക എന്നതും അവരെ തൃപ്തിപ്പെടുത്തുക എന്നതും. പക്ഷേ അവരെ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്, അവർക്ക് കൊടുക്കേണ്ട ഹക്ക് എന്താണ്, അവരെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്ന വിഷയത്തിൽ പലപ്പോഴും പല ആളുകളും അശ്രദ്ധരാകാറുണ്ട്. ഒരുപക്ഷെ അറിഞ്ഞിട്ടും അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇവിടെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുത്താൽ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഉപദേശങ്ങൾ ഓർമ്മപ്പെടുത്തൽ ഉപകാരപ്പെടുമെന്നതാണ് ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ ഇൻഷാല്ലാഹ് ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നും റഹ്മാനായ അള്ളാഹുവിന്റെ കലാമിൽ നിന്നും സഹാബാക്കളുടെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല ആവർത്തി തൗഹീദിന്റെ കൂടെ, അഥവാ എന്തിനാണോ മനുഷ്യനെ ഈ ലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത് ആ കാര്യത്തിന്റെ കൂടെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത്. സൂറത്തു നിസാഇന്റെ 36-ാമത്തെ ആയത്തിൽ, ആ ആയത്തിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറയുന്നത് ആയത്തുൽ ഹുഖൂഖ്, ബാധ്യതയുടെ ആയത്ത് എന്നാണ്. ബാധ്യതയുടെ ആയത്ത്, ബാധ്യതകൾ അറിയിക്കുന്ന ആയത്ത് എന്നാണ്. അപ്പൊ അതിൽ ആയത്ത് ബാധ്യതകളെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽവാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽയതാമ വൽമസാകീൻ والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا എന്നാണ്. ഇവിടെ അള്ളാഹു ബാധ്യതകൾ എന്നാണ്. ഒന്നാമത്തെ ബാധ്യത അള്ളാഹുവിനോടാണ്. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനൊപ്പം ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ബാധ്യത, അള്ളാഹുവിന്റെ ബാധ്യത കഴിഞ്ഞാൽ രണ്ടാമത്തെ ബാധ്യത അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി നല്ല രൂപത്തിൽ നന്മ ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധ്യതയായിട്ട് അള്ളാഹു ബാധ്യതയെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചാണ്. ഇമാം നാസിർ അസ്സഅദി റഹിമഹുല്ലാഹു തആല ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയാണ് എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടത്. മാതാപിതാക്കളോടുള്ള നന്മ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അദ്ദേഹം പറയാണ് അഹ്സിനു ഇലൈഹിം ബിൽ ഖൗലിൽ കരീം, അവരോട് നല്ല വാക്ക് പറയണം. സംസാരിക്കുമ്പോൾ
ഉപ്പയോടും ഉമ്മയോടും നല്ല വാക്കുകൾ മാത്രം പറയാ. വൽ ഖിതാബിൽ ലതീഫി വൽ ഫിഅലിൽ ജമീൽ, നല്ല സുന്ദരമായ പ്രവർത്തനങ്ങൾ അവർക്ക് മുമ്പിൽ കാഴ്ചവെക്കുക. അവരോട് പെരുമാറുമ്പോൾ ചിരിയിലും പ്രസന്നതയിലും മുഖഭാവത്തിലുമൊക്കെ നല്ല ഫിഅലുകൾ, നല്ല പ്രവർത്തനങ്ങൾ അവർക്ക് മുമ്പിൽ കാഴ്ചവെക്കണം. വൽ ഫിഅലിൽ ജമീൽ ബിതാഅതി അംരിഹ, എങ്ങനെയാണത്? അവര് പറയുന്ന ഓരോ കാര്യങ്ങളും അനുസരിച്ചു കൊണ്ടും, വജ്തിനാബി നഹിഹിമ, അവര് പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുമാണ് അവരെ തൃപ്തിപ്പെടുത്തേണ്ടത്. വൽ ഇൻഫാഖി അലൈഹിമ, അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടറിഞ്ഞ് അവർക്ക് ചെലവഴിച്ചു കൊണ്ടുമാണ് നിങ്ങൾ നന്മ ചെയ്യേണ്ടത്, അവരെ തൃപ്തിപ്പെടുത്തേണ്ടത്. വ ഇക്റാമി മൻ ലഹു തഅല്ലുഖും ബിഹിമ, ആ ഉപ്പാക്കും ഉമ്മാക്കും ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാവും. വാപ്പാരെ സ്നേഹിതൻ, ഉമ്മാരെ സ്നേഹിതൻ, ഉമ്മ ആരോഗ്യമുള്ള സമയത്ത് ഉമ്മ ബന്ധം പുതുക്കിയിരുന്ന ആളുകൾ, വാപ്പ ബന്ധം പുതുക്കിയിരുന്ന ആളുകൾ, ഇവരുമായി നമ്മളും ബന്ധം ചേർക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ബന്ധം ചേർക്കുന്നത്? വാപ്പാരെ പ്രിയപ്പെട്ട ആളാണ്, അല്ലെ, ഉമ്മാരെ സ്നേഹിതയാണ്, അല്ലെ, ഉമ്മ ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിച്ച ആളാണ് എന്ന നിലക്ക് ഉമ്മാക്ക് വേണ്ടി ഒരു ബന്ധം സ്ഥാപിക്കുന്നു, വാപ്പാക്ക് വേണ്ടി ബന്ധം സ്ഥാപിക്കുന്നു എന്നത് വാപ്പാക്കും ഉമ്മാക്കും സന്തോഷവും തൃപ്തിയും നൽകുമെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യണം. വസിലത്തി റഹിമില്ലത്തി ലാ റഹിമ ലക ഇല്ലാ ബിഹിമ, വാപ്പയോട് വാപ്പയിലൂടെയുള്ള ബന്ധങ്ങൾ, ഉമ്മയിലൂടെയുള്ള ബന്ധങ്ങൾ, അത് നിങ്ങൾ പുതുക്കണം, അത് അവർക്ക് തൃപ്തി ഉണ്ടാക്കും. ഇതാണ് വബിൽ വാലിദൈനി ഇഹ്സാന കൊണ്ട് ഉദ്ദേശം എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്. വലിൽ ഇഹ്സാനി ളിദ്ദാൻ, മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വിപരീതമുണ്ട്. അതിന് രണ്ട് വിപരീതമുണ്ട് എന്നാണ്. അതിന് രണ്ട് വിപരീതമുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞില്ലേ, ഒരുപാട് ആയത്തിൽ പറഞ്ഞു. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹു സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞു വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ എന്ന് പറഞ്ഞില്ലേ. അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ, ഉമ്മാരെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. അള്ളാഹു ഒരുപാട് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ അള്ളാഹു വാലിദൈൻ എന്ന് പറയുമ്പോൾ ഇഹ്സാനാണ് പറയുന്നത്. ഇഹ്സാൻ, അവരോട് ഇഹ്സാൻ ചെയ്യണം. ഇമാം സഅദി റഹിമഹുല്ലാഹ് എന്താണ് ഇഹ്സാൻ എന്ന് വിശദീകരിച്ചിട്ട് ശേഷം പറയാണ്, ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വിപരീതങ്ങളുണ്ട്. ഈ രണ്ട് കാര്യവും സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഇഹ്സാൻ നടക്കുകയില്ല എന്നാണ്. അവിടെ ഇഹ്സാൻ, മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തലും മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യലും അവിടെ ഉണ്ടാവുകയില്ല. എന്താണ് ഇഹ്സാനിന്റെ രണ്ട് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്? ഒന്ന് അൽ ഇസാഅത്തു, അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അവർക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇത് ചെയ്യൽ ഇസാഅത്താണ്. അതോടൊപ്പം അദ്ദേഹം പറയുകയാണ് വ അദമുൽ ഇഹ്സാൻ, അവൻ വേദനിപ്പിക്കുന്നൊന്നുമില്ല, വാപ്പ ഉമ്മ വിഷമിപ്പിക്കുന്നൊന്നുമില്ല, പക്ഷെ അവർക്ക് ഒരു വിധത്തിലുള്ള നന്മയും ചെയ്തു കൊടുക്കാതിരിക്കുക, ഉമ്മയെ കാണുമ്പം ഒരു പുഞ്ചിരിയോടെ സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ മുഖപ്രസന്നത ഉമ്മാന്റെ മുമ്പിൽ കാണിക്കാതിരിക്കുക, വാപ്പാന്റെ മുമ്പിൽ കാണിക്കാതിരിക്കുക, നല്ല പ്രവർത്തനങ്ങൾ, നല്ല പെരുമാറ്റം, അല്ലെങ്കിൽ വാപ്പായും ഉമ്മായും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരുവന്റെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരുന്നാൽ പോലും അത് ഇഹ്സാനിനെതിരാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കൽപ്പിച്ച വബിൽ വാലിദൈനി ഇഹ്സാന എന്നതിന് വിരുദ്ധമാണ് എന്ത്? അവനോട് ഒരു അക്രമവും ചെയ്യുന്നില്ല, എല്ലാ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, മാസം അവന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും അവന്റെ സമ്പത്തിൽ നിന്നും ചെലവഴിക്കുന്നൊക്കെ ഉണ്ട്, ഉപദ്രവം ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇഹ്സാൻ ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ, അവർക്ക് തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള നന്മകൾ ചെയ്തു കൊടുക്കുന്നില്ല എങ്കിൽ അവൻ അവിടെ ഇഹ്സാന് വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് മഹാനായ മുഫസ്സിർ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെ തൃപ്തിപ്പെടുത്തൽ, മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തലും അവർക്ക് നന്മ ചെയ്യലും നമ്മൾ പ്രത്യേകം ഗൗരവം നൽകേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ കൂടെ പ്രത്യേകം കൽപ്പിച്ച കാര്യമാണ്. അവിടെ അവരിനിയും എത്ര പാപം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും, കുഫറിൽ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരോട് നല്ല നിലക്ക് വർത്തിക്കാനാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നത്. അവർ ഷിർക്ക് കൊണ്ട് കൽപ്പിച്ചാൽ, എന്തെങ്കിലും തിന്മ കൊണ്ട് കൽപ്പിച്ചാൽ നമുക്ക് ചെയ്യേണ്ട ബാധ്യതയില്ല, അനുസരിക്കേണ്ട ബാധ്യതയില്ല. പക്ഷെ എന്നാൽ പോലും അവരോട് നമ്മൾ നല്ല രൂപത്തിൽ വർത്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന. അനുസരിക്കേണ്ട, പക്ഷെ അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കണം.
ഒരിക്കൽ ഒരു സഹാബി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹ് കദിംതു അലയ്യ ഉമ്മി റാഗിബ ഫി അഹദി ഖുറൈശിൻ വഹിയ റാഗിമത്തുൻ മുശ്രിക. എൻ്റെ അടുത്ത് എൻ്റെ ഉമ്മ വന്നിരിക്കുകയാണ്. ഉമ്മ മുശ്രിക്കത്താണ്, ഷിർക്ക് ചെയ്യുന്ന സ്ത്രീയാണ്. പക്ഷെ എൻ്റെ അടുത്ത് എന്നെ ആഗ്രഹിച്ച് എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഫഖുൽതു യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി ഖദിംതു അലൈഹി വഹിയ റാഗിമത്തുൻ മുശ്രിക. ഷിർക്ക് ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്, എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അഫ അസിലുഹ, ഞാൻ അവരുമായി ബന്ധം ചേർത്ത് ഇപ്പോഴും അവരോട് നന്മ ചെയ്ത് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണോ വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിലി ഉമ്മക്കി, നീ നിന്റെ ഉമ്മാനോട് ബന്ധം ചേർക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹ്. ഈ ഒറ്റൊരു സംഭവം മതി മാതാപിതാക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ. അവർ ഷിർക്ക് ചെയ്യുന്നവരാണെങ്കിലും കുഫർ ചെയ്യുന്നവരാണെങ്കിലും അതിന്റെ അപ്പുറം വലിയ പാപം ഇല്ലല്ലോ. ഇൽഹാദും യുക്തിവാദവും അതൊക്കെ മാറ്റിവെച്ചാൽ ബാക്കിയെല്ലാം ഷിർക്കിന് താഴെയാണ്. അപ്പോ ഷിർക്ക് ചെയ്താൽ പോലും അവരോട് നല്ല നിലക്ക് വർത്തിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരീഅത്ത് പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ബാക്കി ഇനി അവരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ വന്നാലും അവരെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കണം മക്കൾ പെരുമാറേണ്ടത് എന്നാണ് ഇതൊക്കെ നമ്മൾ അറിയിക്കുന്നത്. അതുകൊണ്ട് സൗകര്യങ്ങൾ എങ്ങനെയാണ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ബാധ്യത എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പിന്നെ അവരോട് തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നും ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താനും അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റാനും നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം, ഉലമാക്കളൊക്കെ ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഇഹ്സാന പറയുന്നത്, ആ കഴിവിന്റെ പരമാവധി നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് താഴ്ത്തി കൊടുക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമ ഔ കിലാഹുമ, സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. വാർദ്ധക്യ സമയത്ത് ഇമ്മാ യബ്ലുഗന്ന ഇൻദക, നിന്റെ അടുത്ത് അവർ വീണ് കിട്ടിയായിരുന്നാണ്. ചില മുഫസ്സിരീങ്ങൾ ആ ആയത്തിനെ വിശദീകരിക്കുന്നു. അല്ലാഹു ഇൻദക എന്ന് പറഞ്ഞില്ലേ, അവർ തെറ്റ് ചെയ്താൽ സ്നേഹത്തോടെ അത് പറഞ്ഞു മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്കുണ്ടോ? അതോ അതിന്റെ ആവശ്യമില്ല? നല്ല രൂപത്തിൽ, അഥവാ അവരോട് കയർക്കാതെ അവർക്ക് മനസ്സിന് വേദന ഉണ്ടാക്കാത്ത രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. അവര് തിന്മ ചെയ്യാണ്, പക്ഷെ നമ്മൾ അതിനെതിരെ അവരെ കേർത്ത് സംസാരിച്ച് ചൂടാൻ പറ്റൂല, ദേഷ്യപ്പെടാൻ പറ്റൂല. എന്ത് വലിയ തിന്മ ചെയ്താലും അവരോട് കേർത്ത് സംസാരിക്കാൻ പറ്റൂല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. തിരിച്ചു കൊടുക്കാം, ഇങ്ങനല്ല ഉമ്മ, ഇങ്ങനല്ല വാപ്പ എന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവരുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന നിലക്ക് പാടില്ല. അവർ എത്ര തിന്മ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ, അവര് ഇൻഷാല്ലാ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സിന്റെ ഇടയിൽ വരുന്നത് സംശയം ഉണ്ടെങ്കിൽ ഒരുമിച്ച് ചോദിക്കാന്നുണ്ട് ഇൻഷാല്ലാ. മക്കളോട് വ്യത്യാസം കാണിക്കുമ്പോൾ വേദന ഉണ്ടായാൽ എങ്ങനെ മനസ്സിലാക്കണം? ഇൻഷാല്ലാ നമുക്ക് ലാസ്റ്റ് സൂചിപ്പിക്കാന്നുണ്ട്. ഇൻഷാല്ലാ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ അങ്ങനെ തരാം ഇൻഷാല്ലാ. അപ്പോ വലാ തൻഹർഹുമ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഥവാ ലാ തതകല്ലഹുമ ഇല്ലാ ബികലാമിൻ ഹസൻ, നല്ല വാക്കല്ലാതെ അവരോട് പറയാൻ പാടില്ല. നല്ല വാക്കല്ലാതെ അവരോട് പറയാൻ പാടില്ല. ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉലമാക്കൾ പറയാറുണ്ട്, ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബർ എന്ന് പറഞ്ഞില്ലേ, യബ്ലുഗന്ന ഇൻദകൽ കിബർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അഥവാ മാതാപിതാക്കൾ വാർദ്ധക്യ സമയത്ത് നമ്മളെടുത്ത് വീണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തൗഫീഖാണെന്നാണ്. തൗഫീഖാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടെ നിന്ന് മിമ്പറിലായിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് ദുആ ചെയ്തു. നമ്മൾ റമദാനിന് എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ്. എപ്പോഴും വന്ന് എന്ത് ചെയ്തു? പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് ദുആ ചെയ്തു. ഒന്നാമത്തെ ദുആ എന്താണ്? റമദാൻ മാസം മുഴുവനും കിട്ടിയിട്ടും ആ റമദാൻ മാസം കഴിഞ്ഞു പോകുമ്പോഴേക്ക് പിന്നെ റമദാൻ മാസം കഴിഞ്ഞു പോകുമ്പോഴേക്ക് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരുന്നാൽ അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്നു.
അഥവാ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെട്ടിരിക്കുന്നു എന്ന സാരം. രണ്ടാമത്തെ ദുആ എന്താണ്? വാർദ്ധക്യ സമയത്ത് വാർദ്ധക്യ സമയത്ത് ഒരുവന്റെ അടുക്കൽ തന്റെ മാതാപിതാക്കളെ അവൻ ലഭിക്കുന്നു, എന്നിട്ടും ആ മാതാപിതാക്കളിലൂടെ അവന് സ്വർഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, സ്വർഗത്തിലേക്ക് എത്താനുള്ള പണിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവനും നശിക്കട്ടെ എന്നാണ്. അപ്പൊ എന്താണ് ഹദീസിന്റെ സാരം? വാർദ്ധക്യ സമയത്ത് ഒരാളുടെ അടുത്ത് ഒരു അഞ്ചാറ് മക്കൾ ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്താണ് ഉപ്പയും ഉമ്മയും കിട്ടുന്നതെങ്കിൽ അത് വലിയ ഓഫറാണെന്നാണ്. എങ്ങനെ വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസം ഓഫറായി നൽകുന്നത് പോലെ, അതിന്റെ കൂടെയാണല്ലോ ഇതും പറഞ്ഞത്. അഞ്ചാറ് മക്കളുണ്ട് എങ്കിൽ ആ കൂട്ടത്തിൽ വാർദ്ധക്യ സമയത്ത് നമുക്ക് ഇടങ്ങേറുണ്ടാക്കുന്ന, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, ചിലപ്പോൾ നമ്മളെ യാത്ര കൊള്ളാവും, നമ്മളെ പല ട്രിപ്പുകളും ക്യാൻസൽ ആവും, നമ്മളെ പല പരിപാടികളും ക്യാൻസൽ ആവും. ആ നിലയ്ക്ക് നമ്മൾ പ്രയാസപ്പെട്ട് മാതാപിതാക്കളെ നോക്കാനുള്ള അവസരം കിട്ടിയാൽ അത് വലിയ കിട്ടലാണെന്നാണ്. ഒരു മുഅ്മിനിന് അത് വലിയ കിട്ടലാണ്. ദുനിയാവിന്റെ നിസ്സാരത മനസ്സിലാക്കി പരലോകത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരുവനെ അങ്ങനെ വാർദ്ധക്യ സമയത്ത് മാതാപിതാക്കളെ കിട്ടാൻ അവൻ കൊതിക്കണമെന്നാണ് മുഫസ്സിറുകളൊക്കെ പറയുന്നത്. ഇന്ദക്കൽ കിബറ അഹദുഹുമ എന്ന് പറയുമ്പോൾ അത് ചില ഉലമാക്കൾ പറഞ്ഞു കാണുന്നു. നിന്റെ അടുത്ത് കിട്ടാൻ നീ കൊതിക്കണം, കാരണം സ്വർഗത്തിലേക്ക് എത്താൻ. അതാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, തൗഹീദ് കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഇതേപോലൊരു മറ്റൊരു കർമ്മം എനിക്ക് അറിഞ്ഞൂടെന്നാണ്. മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുക എന്നതുപോലെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു കർമ്മവും എനിക്കറിയില്ല എന്ന് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതായി കാണാൻ പറ്റും. അതുകൊണ്ടാണ് സലഫു സാലിഹ്യങ്ങൾ മാതാപിതാക്കളുടെ കൂടെ സമയം ചിലവഴിച്ച് കഴിഞ്ഞിട്ട് അവർ പുറത്തു പോകുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ ചോദിക്കും, അയിന കുന്ത്, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, കുന്തു കുന്തു അതമറഗു ഫിൽ ജന്ന, ഞാനൊന്ന് സ്വർഗത്തിൽ ചുറ്റിക്കറങ്ങിയിട്ട് വന്നു എന്ന് പറഞ്ഞു. ഞാനൊന്ന് ഇത്ര നേരം സ്വർഗത്തിലായിരുന്നു എന്ന് പറയുന്നതാണ് സലഫ് സ്വാലിഹീങ്ങൾ. മാതാപിതാക്കളുടെ കൂടെ സമയം ചെലവഴിച്ചിട്ട് അവർ പുറത്തു പോകുമ്പോൾ ആൾക്കാർ ചോദിക്കണം, അതിനൊക്കെ നീ എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ പറയും, ഞാൻ സ്വർഗത്തിലായിരുന്നു എന്ന് പറയുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം മാതാപിതാക്കളുടെ കൽബ്, അവരുടെ ചെറിയ പ്രായത്തിൽ അവർ നമ്മോട് കാണിച്ച കാരുണ്യം, അവര് പ്രത്യേകിച്ച് ഉമ്മമാർ അവർ വയറ്റിലായിരിക്കുമ്പോൾ അവരനുഭവിച്ച പ്രയാസങ്ങൾ, അതിന് പകരം വെക്കാൻ നമ്മൾ എത്ര നന്മ ചെയ്ത് കൊടുത്താലും മതിയാവില്ല എന്നാണ്. സാധാരണ ഒരു ലബനാനി കവിയുടെ ഒരു കവിത ഉണ്ട്, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കവിതയായിരിക്കും. പക്ഷെ അതിൽ വലിയ ഒരു കവി ഒരു ഫിക്ഷൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായി ഉമ്മയുടെ മനസ്സ് വിശദീകരിക്കുകയാണ്. പക്ഷെ അതില് വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ കവിത ഇങ്ങനെയാണ്: ഒരുവൻ ഒരുത്തനോട് പറഞ്ഞു, നിന്റെ ഉമ്മാരെ ഹൃദയം കൊണ്ടു എന്റെ കയ്യിൽ തന്നാൽ ഞാൻ നിനക്ക് മുത്തും പവിഴങ്ങളൊക്കെ തരാന്ന് പറഞ്ഞു. നിനക്ക് ദുനിയാവിന്റെ സമ്പത്ത് തരാം, എന്താ വേണ്ടത്? നിന്റെ ഉമ്മാനോട് എനിക്ക് ദേഷ്യമുണ്ട്, അപ്പൊ നീ ഉമ്മാന്റെ ഹൃദയം എന്റെ കയ്യിൽ കൊണ്ട് തന്നാൽ ഞാൻ നിനക്ക് മുത്തും പവിഴവും തരാന്ന് പറഞ്ഞു. ഇഅ്തിനി ബിഫുആദി ഇഅ്തിനി ബിഫുആദി ഉമ്മി ഉമ്മി ഇഅ്തിനി ബിഫുആദി ഉമ്മിക യാ ഫത വലക്കൽ ജവാഹിറു വല്ലാഇ വദ്ദുറർ. നീ നിന്റെ ഉമ്മയുടെ ഹൃദയമായി വന്നാൽ ഞാൻ നിനക്ക് മുത്തും പവിഴമൊക്കെ തരാന്ന് പറഞ്ഞു. അങ്ങനെ ഈ മകൻ എന്ത് ചെയ്തു? ദുനിയാവ് മോഹിച്ചിട്ട് ഫമള വഅഗ്മദ ഖിൻജറൻ ഫീ സദ്രിഹ, ഉമ്മാന്റെ നെഞ്ചിൽ തന്നെ അവൻ കത്തി വെച്ച് കുത്തി. വൽ ഖൽബു അഖ്റജഹു വആദ അലൽ അസർ, എന്നിട്ട് അവൻ പേടിച്ചു വരണ്ട് ആ കൽബും കൊണ്ട് ഓടുകയാണ്. അപ്പോ യാ ഹൗലു മാ ഫഅലൽ ഗുലാമു കഅന്നഹു മിൻ ദൂനി ഖൽബിൻ ഔ ലഹു ഖൽബുൻ ഹജർ. കവി ചോദിക്കുകയാണ്, ഇവന്റെ ഹൃദയം അത് ഹൃദയമാണോ അതല്ല കല്ലാണോ അവന്റെ ഹൃദയം എന്നൊക്കെ ചോദിച്ചിട്ട് കവി വിശദീകരിക്കുകയാണ്. കവി പിന്നീട് പറയാണ്, അവൻ ഇങ്ങനെ പേടിച്ച് ഓടിയപ്പോൾ എന്ത് ചെയ്തു? ഓടുന്നതിനിടയിൽ കാല് കല്ല് തെറ്റി അവൻ താഴെ വീണു. ഫതദഹറജ, എന്നിട്ട് അവന്റെ ഉമ്മാന്റെ ഹൃദയം ഇങ്ങനെ ഉരുണ്ടുപോയി, അവൻ താഴെ വീണു. അപ്പോ നാദാഹു ദാലികൽ കൽബു വഹുവൽ മുഅഫർ, ആ കൽബ് അഥവാ താഴെ വീണ കൽബുണ്ടല്ലോ, ആ കൽബ് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, വലദി ഹബീബി ഹൽ അസാബക മിൻ ദറർ, മോനെ നിനക്ക് എന്തെങ്കിലും ഉപദ്രവം പറ്റിയോ, എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് ആ താഴെ വീണ ആ കൽബ് മോനോട് ചോദിച്ചു എന്നാണ്. ഉമ്മാന്റെ കൽബ് കുത്തി തുറന്നിട്ട് ആ കൽബ് കൊണ്ട് ഓടെയാണ്. അപ്പൊ കൽബ് താഴെ വീണപ്പോ ആ കൽബ് മോൻ എന്തെങ്കിലും പറ്റിയോ എന്ന് ആ കൽബ് ചോദിച്ചു എന്നാണ്. അപ്പൊ ഈ ചോദ്യം കേട്ടപ്പോ മോൻ എന്ത് ചെയ്തു? ആകെ ദുഃഖമായി, വിഷമായി. അവൻ ചെയ്ത കുറ്റബോധം അവന് ബോധ്യപ്പെട്ടു. അവനെ ആകാശഭൂമികൾ ശപിക്കുകയാണ്
എന്നവന് തോന്നിയെന്നാണ്. അങ്ങനെ കവി വീണ്ടും പാടുകയാണ്. അങ്ങനെ അവൻ ഈ വേദന സഹിക്കാൻ വയ്യാതെ, കുറ്റബോധം സഹിക്കാൻ വയ്യാതെ ആ ഉമ്മാനെ കുത്തി അതേ കത്തി കൊണ്ട് സ്വന്തം നെഞ്ചിൽ കുത്തി മരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കത്തിയെടുത്ത് വീണ്ടും കുത്താൻ പോയപ്പോ ആ കൽബ് വീണ്ടും സംസാരിച്ചു എന്നാണ്, മോനെ, ഒരു വട്ടം നീ എന്നെ കുത്തി വേദനിപ്പിച്ചു, ഇനി രണ്ടാമത് നിന്നെ കുത്തി വീണ്ടും നീ എന്നെ വേദനിപ്പിക്കരുത് എന്ന് ആ ഉമ്മാടെ കൽബ് രണ്ടാമത് വീണ്ടും പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇത് ഒരു കവി അദ്ദേഹം ഒരു ഫിക്ഷനായിട്ട് സാങ്കല്പികമായി വിശദീകരിക്കുകയാണെങ്കിൽ പോലും ഇത് ഒരു ഉമ്മമാരുടെ, മാതാപിതാക്കളുടെ കൽബ് ഈ നിലക്കാണ്. അവർ ചെറിയ പ്രായത്തിൽ നമുക്ക് വേണ്ടി ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ, അവരോട് നമ്മൾ ഇടപെടേണ്ട രീതികൾ, അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഇഹ്സാൻ, അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല എന്നാണ് ഇതൊക്കെ അറിയിക്കുന്നത്. ഏതായാലും നമുക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ ഒന്ന് ഇഹ്സാനാണ്. ആ ഇഹ്സാനിൽ അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കലാണ് പ്രധാനമായും ഉള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ, സമയത്ത് നിസ്കരിക്കലാണ്. സുമ്മ വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാണ്? അപ്പോൾ പറഞ്ഞു ബിർറുൽ വാലിദൈൻ. പിന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത് ചോദിച്ചപ്പോഴാണ് ജിഹാദ് പറഞ്ഞത്. അതുകൊണ്ടാണ് ചില സമയത്ത് സ്വഹാബാക്കൾ ജിഹാദിന് വേണ്ടി ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഉമ്മ ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഉപ്പ ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ രണ്ടുപേരും ഉണ്ടെന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫഫീഹിമാ വജാഹിദ്, അവരുടെ വിഷയത്തിൽ നീ പോയി ജിഹാദ് ചെയ്തെന്ന് പറയും. ഇപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞാൽ ചില സഹാബാക്കൾ വന്ന് ഏത് കർമ്മമാണ് ഏറ്റവും മഹത്തരമായ കർമ്മം ചോദിക്കുമ്പോൾ ആദ്യം ജിഹാദ പറഞ്ഞു കൊടുക്കുക. ദിർവത്തു സലാം, ഇസ്ലാമിന്റെ നെടുന്തൂണാണ് ജിഹാദ്. അപ്പൊ ആ ജിഹാദിനേക്കാൾ അഫ്ളലായത് അത് ബിർറുൽ വാലിദൈനാണെന്ന് പല ആവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സാഹിബ് പറഞ്ഞു, ഞാൻ റസൂലിനോട് ആദ്യം ചോദിച്ചു, അവർ റസൂൽ പറഞ്ഞില്ല, നീ ജിഹാദിന് വരണ്ട, നീ നിന്റെ ഉമ്മായി നോക്കാൻ പോവാ, ഉമ്മാനെ പരിപാലിക്കുക, അവർക്ക് നന്മ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക്. രണ്ടാമത് ഞാൻ വീണ്ടും റസൂലിനോട് ചോദിച്ചു, മൂന്നാമത് വീണ്ടും ചോദിച്ചു. അപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ പറഞ്ഞു എന്നാണ്. അപ്പോ ആ ഒരു മഹത്വത്തിന്റെ, ആ ഒരു പ്രവർത്തനത്തിന്റെ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നതിന്റെ മഹത്വം നമ്മൾ അറിയുക. പിന്നെ നമ്മൾ അവരെ തൃപ്തിപ്പെടുത്താൻ അവരോട് ചെയ്യേണ്ട കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് അവരുടെ തൃപ്തി കിട്ടാനും അതുപോലെ തന്നെ അവരോട് അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയുമാണ്. കാരണം പരസ്പരം സ്നേഹം ഉണ്ടാകാൻ ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ് ഒരു സഹോദരന്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. അപ്പൊ എന്തുകൊണ്ടും ഏറ്റവും അധികം നമ്മൾ സ്നേഹം കിട്ടേണ്ടതും സ്നേഹം കൊടുക്കേണ്ടതും മാതാപിതാക്കൾക്കാണ്. അതുകൊണ്ട് അവരുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് അവരുടെ മരണശേഷമാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നമ്മുടെ ബാധ്യതയാണ്. മരണം കഴിഞ്ഞ മാതാപിതാക്കൾ, ചില ആൾക്കാരുടെ ദർജ ഇങ്ങനെ സ്വർഗത്തിൽ കൂടിപ്പോകും. അവർ ചോദിക്കും, എങ്ങനെയാണ് എനിക്ക് ദർജ കിട്ടിയത്? അവ എന്താ പറയാ, ഇസ്തിഗ്ഫാരി വലദികലക്, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഇപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്യാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മഹത്വം കിട്ടാൻ കാരണമെന്ന് അവിടുന്ന് പറയപ്പെട്ടു എന്നാണ്. അപ്പൊ ദുആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മാതാപിതാക്കളുടെ പ്രാർത്ഥന കിട്ടാൻ നമ്മൾ അർഹരാവണം എന്നതാണ്. ഒരുപക്ഷെ മാതാപിതാക്കൾ ദുആ ചെയ്യുമ്പോൾ അവരുടെ ദുആയിൽ ചിലപ്പോൾ പല മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള മക്കളായിരിക്കും അവരുടെ മനസ്സിലേക്ക് ഓടി വരിക. അവിടെ ഇടം പിടിക്കാൻ നമുക്ക് കഴിയുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടയാളമാണ് എന്നാണ്. ജീവിത വിജയത്തിന്റെ അടയാളമാണ് എന്നാണ്. ഒരുപാട് സംഭവങ്ങൾ മാതാപിതാക്കളുടെ, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദുആഉൽ വാലിദൈൻ അല്ലെങ്കിൽ ദുആഇൽ വാലിദ്, മാതാപിതാക്കളുടെ ദുആ കിട്ടിയിട്ട് ജീവിതത്തിൽ ഐശ്വര്യമുണ്ടായ ആൾക്കാരുടെ ചരിത്ര സംഭവങ്ങൾ നോക്കി വയ്ക്കും. ഇഷ്ടംപോലെ സംഭവങ്ങൾ കാണാൻ കഴിയും. അത് ഹക്കാണ്, സത്യമാണ്. ഇമാം താജുദ്ദീൻ അസ്സുബ്കി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്, താജുദ്ദീൻ അസ്സുബ്കി. അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരു കഥ കൊടുക്കുകയാണ്. അഥവാ ബഗ്ദാദിൽ ഒരിക്കലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി, അവൻ ചെറിയ പ്രായത്തിൽ ഉമ്മ അവനെ മദ്രസയിൽ കൊണ്ടാക്കി. അന്ന് ദർസാണല്ലോ, പള്ളി ദർസാണ്. അപ്പൊ പള്ളി ദർസിൽ കൊണ്ടാക്കി ഇവനെ ഉസ്താദ് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കാൻ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ പഠിക്കും. ബാക്കി എല്ലാ കുട്ടികളും പെട്ടെന്ന് പഠിച്ചെടുത്തു. നോക്കി വായിക്കാൻ തന്നെ
പെട്ടെന്ന് പഠിച്ചെടുത്തു. ഇവൻ അങ്ങോട്ട് പറ്റുന്നില്ല, എത്ര ഉസ്താദ് ഓതി കൊടുത്തിട്ട് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമായി. ഉസ്താദ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിൽ പോയിട്ട് നിന്റെ ഉമ്മാരുടെ അടുത്ത് നീ പറയണം, ഉമ്മ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, എനിക്ക് കൊണ്ട് ദുആ ചെയ്യണം, ഉമ്മാനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ പറഞ്ഞിട്ട് ഈ കുട്ടിയെ പറഞ്ഞയച്ചു. അങ്ങനെ കുട്ടി വീട്ടിലോട്ട് ഉമ്മാരുടെ അടുത്ത് കാര്യം പറഞ്ഞു. ഉമ്മ സമാധാനിപ്പിച്ചു. പിന്നെ അവനെ ദർശനൊക്കെ മാറ്റി. പിന്നെ അവൻ വേറെ എവിടെയൊക്കെ പോയി പഠിക്കുന്നു. അവൻ പഠിച്ചു വളരുന്നു. പിന്നെ ഇൽമിന് വേണ്ടി യാത്ര തിരിക്കുന്നു, മക്കയിലേക്കൊക്കെ പോകുന്നു. മക്കയിലും മദീനയിലൊക്കെ പോയി പഠിച്ച് വീണ്ടും ബഗ്ദാദിലേക്ക് തിരിച്ചു വരികയാണ്. വലിയ ആളായി. പിന്നെ ചെറിയ ചെറിയ കുട്ടിയല്ല, പഠിച്ച് ഒരുപാട് കാലം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പൊ നാട്ടിൽ വന്നപ്പോൾ അവന്റെ പഴയ പള്ളി അവന് ഓർമ്മ വന്നു. പണ്ട് അവൻ ആദ്യം പഠിക്കാൻ പോയ പള്ളി അവന് ഓർമ്മ വന്നു. അങ്ങനെ അങ്ങനെ ഇപ്പൊ വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ് അവൻ. അവൻ നാട്ടിൽ അവന്റെ പള്ളിയിൽ പോയിരുന്നു. അവൻ ചെറുതിലെ പഠിക്കാൻ പോയ, മുമ്പ് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചിട്ട് പഠിക്കാൻ കഴിയാതെ തിരിച്ചു പോയ പള്ളിയില്ല, ആ പള്ളിയിലേക്ക് അവൻ പോയിരുന്നു. പള്ളിയിൽ പോയപ്പോൾ ആരുമില്ല. അപ്പോൾ അവന്റെ കയ്യിൽ ഒരു കിതാബ് ഉണ്ടായിരുന്നു, മുഖ്തസർ മുസനി എന്ന് പറഞ്ഞിട്ട്. മുസനിയുടെ ഒരു മുഖ്തസർ അവന്റെ കയ്യിലുണ്ട്. അന്ന് അറിയപ്പെട്ടൊരു ഗ്രന്ഥമാണ്. അത് അവൻ ഒരു പള്ളിയുടെ മൂലക്കിൽ ഇരുന്ന് വായിക്കാണ്. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പഴയ ഉസ്താദ് അവനെ ചെറുതിലെ പഠിപ്പിച്ചിട്ട്, നിനക്ക് പഠിക്കാൻ കഴിയുന്നില്ല, നീ തിരിച്ചു പൊയ്ക്കോ, ഉമ്മാനോട് ദുആ ചെയ്യാൻ പറയുന്നു പറഞ്ഞില്ലേ, ആ ഉസ്താദ് വരുന്നു. കുറച്ച് പ്രായമൊക്കെ ആയി അദ്ദേഹത്തിന്, താടിയൊക്കെ നരച്ചിട്ടുണ്ട്. അദ്ദേഹം പഠിപ്പിക്കാൻ വേണ്ടി കസേര വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ചുറ്റും കുട്ടികൾ പഠിക്കാനിരിക്കുന്നു. അപ്പൊ ഉസ്താദ് ആ കസേര ഇരുന്നിട്ട് അവിടെ നോക്കുമ്പോൾ എന്ത് ചെയ്യാണ്, പള്ളിയുടെ മൂലക്കൽ ഇരുന്ന് ഒരു യുവാവ് മുഖ്തസർ അൽ മുസനി വായിക്കാണ്. മുഖ്തസർ അൽ മുസനി എന്ന അന്നത്തെ വിഖ്യാതമായ കിതാബ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഉസ്താദ് കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടയിൽ പറഞ്ഞു എന്നാണ്, നമ്മൾ എത്ര കാലമായി ഈ പള്ളി ഇരുന്ന് പഠിക്കുന്നു, എന്നാണ് നമ്മൾ ആ യുവാവ് വായിക്കുന്നത് പോലെയുള്ള വലിയ വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ വായിക്കാൻ മാത്രം നമ്മൾ എന്നുയരും, ആ അറിവിലേക്ക് നമ്മൾ എന്നെത്തും എന്ന് ഉസ്താദ് ചോദിച്ചു എന്നാണ്. ഭാവി കിതാബുകൾ എല്ലാവർക്കും എല്ലാ കിതാബ് വായിക്കാൻ കഴിയില്ല. അറിവ് കൂടുന്നതിനനുസരിച്ച്, കഴിവ് കൂടുന്നതിനനുസരിച്ചാണ് വലിയ വലിയ കിതാബുകൾ വായിക്കാൻ കഴിയുക. അപ്പൊ ഉസ്താദ് ചോദിക്കുകയാണ്, ആ ആ യുവാവ് വായിക്കുന്നത് പോലുള്ള കിതാബ് നമുക്ക് ഇനി എന്ന് വായിക്കാൻ കഴിയും? അപ്പോ ഇത് ഈ പറച്ചിൽ എന്ത് ചെയ്യാണ്, ഈ സംസാരം ഈ യുവാവ് കേൾക്കുകയാണ്. അപ്പോ ഈ യുവാവ് പറഞ്ഞു എന്നാണ്, അദ്ദേഹം സ്വന്തം മനസ്സിൽ പറഞ്ഞു എന്നാണ്, എനിക്ക് ഉസ്താദിന്റെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. ഉസ്താദെ, നിങ്ങൾക്ക് വീട്ടിൽ ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മാരുടെ അടുത്ത് പോയി ദുആ ചെയ്യാൻ പറയണം. ഉമ്മാരുടെ അടുത്ത് പോയിട്ട്, ഉമ്മ, ഈ വലിയ വലിയ ഗ്രന്ഥങ്ങൾ വായിക്കാൻ പാകത്തിന് അറിവും കഴിവും അള്ളാഹു എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യാൻ ഉസ്താദെ നിങ്ങൾ ഉമ്മാരുടെ അടുത്ത് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഉസ്താദിനോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ ഇതൊരു ഒരു ചരിത്ര സംഭവമാണ്. തഫ്സീർ പോലും വായിക്കാൻ കഴിയാത്ത അവനെ ഉമ്മ ദുആ ചെയ്ത്, ആ നിനക്ക് പഠിക്കാൻ കഴിയില്ല, തിരിച്ചു പോകുന്ന പറഞ്ഞ ഉസ്താദിനേക്കാളും വലിയ അറിവിലേക്ക് എത്തി. ഒരു ഉസ്താദ് അവനെ കണ്ട് അത്ഭുതപ്പെട്ടു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് ബോധമുണ്ട്, അവന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ് അവൻ അവിടേക്ക് എത്തിച്ചത് എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിലെ വലിയ ഐശ്വര്യത്തിനും വലിയ റാഹത്തിനും മാതാപിതാക്കളുടെ തൃപ്തിയും അവരുടെ ദുആയും കാരണമാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ്, ഗുഹയിൽ അകപ്പെട്ടു പോയ മൂന്നാളുകൾ, ഗുഹയിൽ അകപ്പെട്ടു പോയ മൂന്നാൾക്കാരുണ്ട്. ആ മൂന്നാൾക്കാരുടെ സംഭവത്തിന്റെ ഫായിദ എന്താണ്? ഒരാൾ പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവേ, എനിക്ക് വയസ്സായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, ഞാൻ ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് എത്തുമ്പോൾ എൻ്റെ മക്കൾ വിശന്നിരിക്കണ്ടാവും, പക്ഷെ എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങാണ്. മാതാപിതാക്കൾക്ക് കൊടുക്കാതെ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ അവർ എണിക്കുന്നത് സുബഹിക്കായിരിക്കും. അപ്പൊ സുബഹി വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അവരെ കുടിപ്പിച്ച് പിന്നെ ബാക്കി ഉണ്ടെങ്കിലാണ് എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുക. അള്ളാഹു, ഇത് ഞാൻ ചെയ്തത് അള്ളാഹുവെ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ്, നിന്റെ തൃപ്തി ഉദ്ദേശിച്ച് മാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചത്? ആ ഗുഹയിലെ ആ കല്ല് നീങ്ങി എന്നാണ്. അപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഉലമാക്കൾ പറയാണ്, ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് കൊടുക്കുന്ന കാരണമാകുന്ന, ഈ വ്യക്തിക്ക് പ്രയാസമാരെ മാറാൻ കാരണം എന്താണ്? മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത ഒരു നന്മയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാൻ, ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന നന്മ കാരണമാകുമെന്ന് ഈ സംഭവം ഉദ്ധരിച്ചിട്ട് ഉലമാക്കൾ പറയുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മാതാപിതാക്കളുടെ തൃപ്തി എന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, അവരുടെ ഇഹ്സാൻ ചെയ്യണം, അവർക്ക് നന്മ ചെയ്ത് കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം അൽ ഇൻഫാഖു അലൈഹിമ ബിൽ മഅറൂഫ്. പിന്നെ നമ്മൾ അവരെ തൃപ്തിപ്പെടുത്താൻ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം
അവർക്ക് ചിലവഴിക്കുന്നതാണ്. നമ്മുടെ സമ്പത്തിൽ നിന്ന് അവർക്ക് തൃപ്തിയാകുന്ന രൂപത്തിൽ അവർക്ക് ചിലവഴിച്ചു കൊടുക്കുക, അവർക്ക് നമ്മൾ ചിലവഴിക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റജുലൻ അത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഇന്ന ലീ മാലൻ വ വലദൻ, എൻ്റെ അടുത്ത് സമ്പത്തുണ്ട്, എനിക്ക് മക്കളുമുണ്ട്. വ ഇന്ന വാലിദി യഹ്താജു ഇലാ മാലി, എൻ്റെ ഉപ്പാക്ക് ഇപ്പൊ കുറച്ച് സമ്പത്തിന് ആവശ്യമുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ സമ്പത്തുകൊണ്ട് എനിക്ക് മക്കളുമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് മക്കളുണ്ട്, മക്കളെ നോക്കാൻ എനിക്ക് പൈസ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പ്രയാസം പറയുന്നത്. അപ്പൊ നബി പറഞ്ഞു, അൻത വമാലുക ലിവാലിദിക്, നീയും നിന്റെ സമ്പത്ത് നിന്റെ വാപ്പാക്കുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നബി പറയാണ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്നു, ഇബ്നു മാജ ഉദ്ധരിക്കുന്നു, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നു, ഇമാം അൽബാനി റഹിമഹുല്ലാഹ് ഹദീസ് ഹസനാണെന്ന് പറയുന്നു. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹാണെന്ന് അദ്ദേഹം പറയുന്നു. കണ്ടോ? അൻതവ മാലുക ലിവാലിദിക്, നീയും നിന്റെ സമ്പത്തും വാപ്പാക്കുള്ളതാണ്. നീയും നിന്റെ വാപ്പാക്കുള്ളതാണ്, പിന്നെയാണ് നിന്റെ സമ്പത്ത് വേറെ ആവുക? മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഒരു വ്യക്തി ഉപ്പാനോട് തർക്കിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പ എനിക്ക് കുറച്ച് കടം തരാനുണ്ടെന്നാണ്. അപ്പൊ ഈ മകൻ എന്ത് ചെയ്തു? ഉപ്പാക്ക് കടം കൊടുത്തു. ആ ഉപ്പ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് തിരിച്ച് അവന് കടം തിരിച്ചു കൊടുക്കണം. അതാണ് അവന്റെ പ്രയാസം. ഉപ്പ കടം കൊടുക്കുന്നില്ല, കടമായി വാങ്ങിയ പൈസ ഉപ്പ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫഖാല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത അൻത വമാലുക ലിവാലിദിക് അൻത വമാലുക ലിഅബീക്, നീയും നിന്റെ സമ്പത്ത് നിന്റെ ഉപ്പാക്കുള്ളതാണ്, പിന്നെ എന്ത് കടം? വാപ്പാരുടെ അടുത്ത് എന്ത് കടം എന്ന് നബി ചോദിക്കുകയാണ്. വാപ്പാക്ക് കടമോ എന്ന് നബി ചോദിക്കാൻ. അഖ്റജഹു ഇബ്നു ഹിബ്ബാൻ വസഹഹഹു അൽബാനി ഫിൽ ഇർവാ. അൽബാനി റഹിമഹുല്ലാഹ് ഇർവാ എന്ന കിതാബിൽ ഈ ഹദീസ് സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ മക്കളുടെ സമ്പത്ത്, മക്കളുടെ സമ്പത്ത് അത് മാതാപിതാക്കളുടെ സമ്പത്താണെന്നാണ്. അവർക്ക് ഹക്കുണ്ട്. വാപ്പാക്ക് മകന്റെ സമ്പത്തിൽ ഹക്കുണ്ട് എന്നാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഫകുലൂ മിൻ കസ്ബി ഔലാദിക് ഫകുലൂ മിൻ കസ്ബി ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സമ്പത്തിൽ നിന്ന് കഴിച്ചോളിൻ, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹോദരങ്ങളെ, മക്കളെന്ന നിലക്ക് നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്ത് എന്താണ്? അത് വാപ്പാക്ക് അവകാശപ്പെട്ട, നമ്മുടെ ഔദാര്യമല്ല. വാപ്പാക്ക് ഉമ്മാക്ക് അവകാശപ്പെട്ടതാണ്. അവരെത്രയാണ് ചോദിക്കുന്നത് കൊടുക്കുക, അത് നമ്മുടെ ബാധ്യതയാണ്. ആ നിലക്ക് അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവരെ ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്താൽ അവരുടെ തൃപ്തിയും കൂടി കരസ്ഥമാക്കിയാൽ എന്ത് റാഹത്താണ്. നമ്മുടെ സമ്പത്തിൽ നിന്ന് അവർക്ക് ചിലവഴിക്കൽ നമ്മുടെ ബാധ്യതയാണ്, അവരുടെ ഹക്കാണ്, നിർബന്ധമാണ്, അല്ലെങ്കിൽ അള്ളാഹു ചോദ്യം ചെയ്യും. അതിനേക്കാൾ ഹൈറായ നിലക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ കയ്യിൽ പൈസ വെച്ചു കൊടുക്കുന്നു, അത് മാതാപിതാക്കൾക്ക് വലിയ റാഹത്തുണ്ടാക്കും. ആ നിലക്ക് അവരുടെ തൃപ്തി കരസ്ഥമാക്കാൻ ഉലമാക്കൾ പ്രത്യേകം എണ്ണുകയാണ്. മറ്റൊരു ഹദീസിൽ ഇത്വാഅത്തുമായി ബന്ധപ്പെട്ട മാതാപിതാക്കളോടുള്ള ഹക്ക്, അവരെ തൃപ്തിപ്പെടുത്തേണ്ട രൂപം, അവരെന്ത് കൽപ്പിച്ചാലും അനുസരിക്കാൻ തയ്യാറാവുക, തിന്മയോ ഷിർക്കോ അല്ലാതിരിക്കുന്ന കാലത്തോളം. അതിന് അബൂദർദ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് തെളിവായിട്ട് പറയാറുള്ളത്. ഔസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതിസ്ഇൻ, 9 കാര്യങ്ങൾ ഒരു വട്ടം റസൂലുള്ളാഹി എന്നോട് വസിയത്ത് ചെയ്തു. അതിലൊന്നിതാണ്, വഅതി വാലിദൈക്, നീ നിന്റെ മാതാപിതാക്കൾ അനുസരിക്കണം. വഇൻ അമറാക അൻ തഖ്റുജ മിൻ ദുനിയാക ഫഖ്റുജ് ലഹുമാ. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കേണ്ട വാചകമാണ്. മാതാപിതാക്കൾ എന്ത് ചെയ്യാണ്? നിന്റെ ദുനിയാവിന്റെ എന്തെങ്കിലും ആവശ്യത്തിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ നീ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ഇൻ അമറാക അൻ തതഖല്ല അൻ ബഅദി ഉമൂരി ദുനിയാക ലിതതഫറഗ ലിഖിദ്മതിഹിമ ഫഅലൈക അൻ തുതിഅഹുമാ. സുബ്ഹാനല്ലാഹ്. അഥവാ മാതാപിതാക്കൾ, നീ ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, നീ ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിന്റെ വാപ്പയോ നിന്റെ ഉമ്മ നിന്റെ അടുത്ത് പറയാണ്, ഇപ്പൊ എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണം, ഇപ്പൊ എനിക്ക് ഇത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ, നീ നിന്റെ ദുനിയാവിന്റെ ആ കാര്യം ഒഴിവാക്കിയിട്ട് നീ മാതാപിതാക്കളെ അനുസരിക്കണം, അവർക്ക് അത് ചെയ്തു കൊടുക്കണം. അതാണ് പ്രധാനപ്പെട്ടത് എന്ന് അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 വസിയത്തുകൾ നൽകിയപ്പോൾ നൽകിയ വസിയത്താണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവിടെ മാതാപിതാക്കൾ കൽപ്പിക്കുകയാണെങ്കിൽ അവിടെ പോലും മാതാപിതാക്കളുടെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കണം.
ഒരിക്കൽ ഇമാം അഹമ്മദിന്റെ അടുക്കിലേക്ക് ഒരാൾ വന്നു, ഇമാം അഹമ്മദിന്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ തിങ്കളും വേഴനും നോമ്പ് പിടിക്കാറുണ്ട്, തിങ്കളും വേഴനും നോമ്പ് പിടിക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് എന്ത് ചെയ്യും, എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ പറയും. ഉമ്മമാർ അങ്ങനെയാണല്ലോ, മക്കൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രയാസമാണ്. ഉമ്മ ഭക്ഷണം കഴിക്കാൻ പറയും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇമാം അഹമ്മദ് പറഞ്ഞു, നീ നോമ്പ് മുറിക്കണം, നീ നോമ്പ് മുറിക്കണം. നീ നോമ്പ് കണ്ടിന്യൂ ചെയ്താൽ നിനക്ക് നോമ്പിന്റെ കൂലി കിട്ടുമായിരിക്കും. പക്ഷെ നീ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ നിനക്ക് നോമ്പിന്റെ കൂലിയും കിട്ടും, നീ ഉമ്മയെ അനുസരിച്ച കൂലിയും കിട്ടും. സുബ്ഹാനല്ലാഹ്. നീ നോമ്പ് മുറിച്ച കൂലിയും കിട്ടും, നീ ഉമ്മാൻ അനുസരിച്ച കൂലിയും കിട്ടും. നോമ്പ് നോറ്റ കൂലിയും കിട്ടും, ഉമ്മാൻ അനുസരിച്ച കൂലിയും കിട്ടും. കാരണം നീയത്താക്കിയ നോമ്പ് നോക്കുക എന്നത്. ഉമ്മ മുറിക്കാൻ പറഞ്ഞുകൊണ്ട് മുറിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ നിലക്ക് സുന്നത്തായ കർമ്മങ്ങളുടെ സമയത്ത് പോലും, അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഭവമാണല്ലോ, സുന്നത്തായ നിസ്കാര സമയത്ത്, സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ ആ സമയത്ത് ഉമ്മ വിളിച്ചാൽ ഉമ്മാക്ക് ജവാബ് കൊടുക്കൽ നിർബന്ധമാണ്. അത്രയും പ്രാധാന്യമുണ്ട്. അള്ളാഹുമായുള്ള മുനാജാത്തിന്റെ സമയത്ത് ഉമ്മ വിളിച്ചാൽ ഉമ്മാക്ക് ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. അവരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലക്ക് ഇത്രയും ബാധ്യതകളുള്ള വ്യക്തിത്വങ്ങളാണ്, രണ്ടാളുകളാണ് വാപ്പയും ഉമ്മയും എന്ന ഒരു ബോധം നമുക്കില്ല എങ്കിൽ അത് വളരെ വലിയ അപകടം ചെയ്യുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം ഉലമാക്കൾ എണ്ണുന്നത് ഇസ്തിഇദാൻ അല്ലെങ്കിൽ ഷൂറ എന്നതാണ്. അഥവാ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താനുള്ള, അവർക്ക് ഹക്കായിട്ടുള്ള, അവർക്ക് കൊടുക്കേണ്ട ബാധ്യതയായിട്ടുള്ള ഒരു കാര്യം, വീട്ടിലെ കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുക. വീട്ടിലെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഞാനിപ്പോൾ വലിയ ആളായി, എനിക്ക് ജോലിയൊക്കെ ആയി, എൻ്റെ ഭാര്യ എൻ്റെ മക്കളും, അതല്ല. പാപ്പയും ഉമ്മയും വീട്ടിലുണ്ടോ, കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുക. ഒരു പക്ഷെ അവർക്ക് അവരോട് ചർച്ച ചെയ്തിട്ടൊരു കാര്യമില്ല, ഒരു പുതിയ വിഷയമാണ്, അവരോട് പ്രത്യേകിച്ച് അഭിപ്രായം ഉണ്ടാവില്ല, അവർക്ക് പറയാൻ കഴിവാണ്, പക്ഷെ ചർച്ച ചെയ്യണം. അതവരെ പരിഗണിക്കലാണ്, അതവരെ പരിഗണിക്കലാണ്. മാതാപിതാക്കളെ പരിഗണിക്കുന്നുണ്ട് എന്ന ചിന്ത അവർക്ക് നൽകണം. എൻ്റെ മോൻ, എൻ്റെ മകൾ എന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന ചിന്ത അവർക്ക് നൽകണമെന്നത് മിൻ ഹുഖൂഖിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നൽകേണ്ട ബാധ്യതയായി പ്രത്യേകം പറയുന്നു. അതിനുള്ള തെളിവായിട്ട് ഉലമാക്കൾ ഉദ്ധരിക്കുന്നത് സൂറത്ത് നൂറിന്റെ 58-ാമത്തെ ആയത്താണ്. സൂറത്ത് നൂറിന്റെ 58-ാമത്തെ ആയത്താണ്. അവിടെ മാതാപിതാക്കളുടെ മുറിയിലേക്ക് മക്കൾ പ്രവേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ അനുവാദം ചോദിച്ചിട്ട് പ്രവേശിക്കാൻ പാടുള്ളൂ. അപ്പൊ അവിടെ ആ വിഷയത്തിൽ പോലും അനുവാദം ചോദിക്കണമെങ്കിൽ, ഉപ്പാന്റെയും ഉമ്മാന്റെയും മുറിയിൽ മക്കൾ കയറുമ്പോൾ അനുവാദം ചോദിക്കണമെങ്കിൽ, ഒന്ന് പുറത്തു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മാതാപിതാക്കളുടെ അനുവാദവും അവരുടെ ഒരു സമ്മതവും ഒക്കെ ചോദിച്ചിട്ട് പോകുന്ന ഒരു സംഭവം, ഒരു കുഴപ്പം വരാനില്ല. അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അവർക്ക് തൃപ്തി ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം മാതാപിതാക്കൾ റൂമിൽ കയറുമ്പോൾ അനുവാദം ചോദിക്കണം. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ, മാതാപിതാക്കൾ ഉള്ള വീട്ടിലാണെങ്കിൽ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് അങ്ങനെ പോട്ടേം ചോദിച്ച്, വാപ്പ അങ്ങനെ പോട്ടേം ചോദിച്ച്, ആരും സമ്മതിക്കാതിരിക്കുകയൊന്നുമില്ല. ഇനി സമ്മതിക്കാതിരുന്നാൽ തന്നെ അവരെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാചകങ്ങളും സംസാരങ്ങളും മാത്രമാണ് മക്കളുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടുള്ളൂ. കാരണം അവർ നമുക്ക് അത്രയും വലിയ, പിന്നെ അവർ നമ്മളെ ചെറിയ പ്രായത്തിൽ അത്രയും വലിയ ത്യാഗം അവർ സഹിച്ചിട്ടാണ് നമ്മൾ ഇത്രയും വളർത്തിയെടുത്തത് എന്നാണ് അതിനുള്ള പ്രധാന കാരണം. അപ്പോൾ മാതാപിതാക്കളോട് വീട്ടിലെ കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുക, അവരുമായി സംസാരിക്കുക എന്നത് നമ്മൾ കൊടുക്കേണ്ട ബാധ്യതയാണ്. ഇതൊക്കെയാണ് പ്രധാനമായും അവരെ തൃപ്തിപ്പെടുത്താൻ പിന്നെ ഉലമാക്കൾ എണ്ണുന്ന കാര്യം. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ കൂടെ സമയം ചെലവഴിക്കുക എന്നത് അവരെ തൃപ്തിപ്പെടുത്താൻ, അവർക്ക് വേണ്ടി സമയം കാണണമെന്നാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഒരു സമയം കാണണം. ഭാര്യയ്ക്കും മക്കൾക്കും സമയം കാണാറുണ്ട്, കൂട്ടുകാരുടെ ഒപ്പം സമയം കാണാറുണ്ട്, മാതാപിതാക്കളുടെ കൂടെ ഇരിക്കാൻ സമയം കാണാറില്ല. അത് അബദ്ധമാണെന്നാണ്. സലഫ് സ്വാലിഹ്യങ്ങൾ മാതാപിതാക്കളുടെ കൂടെ ഇരിക്കാൻ പ്രത്യേകം സമയം കണ്ടിരുന്നു. അതവർ സ്വർഗത്തിൽ കഴിയുന്ന സമയമാണെന്ന് അവർ അതിനെ വിലയിരുത്തിയിരുന്നു. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഫർഹാൻ ഹഫിളഹുല്ലാഹു തആല പറയുന്നത് കാണാൻ കഴിയും. നീ രാത്രി എണീച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ നീ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, നീ ഇന്ന് ഖുർആൻ ഓതുകയാണ്. നമ്മൾ പലപ്പോഴും ഖുർആൻ ഓതാൻ ടൈം ഷെഡ്യൂൾ ചെയ്യും, ഇബാദത്തുകൾ ചെയ്യാൻ, ക്ലാസ് കേൾക്കാൻ ടൈം ഷെഡ്യൂൾ ചെയ്യും. പക്ഷെ അതിനേക്കാൾ എല്ലാം അഫ്ളലാണ് മാതാപിതാക്കളുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. മാതാപിതാക്കളെ നമ്മളെ വാക്കുകൊണ്ട് ചിരിപ്പിക്കുന്നു, നന്മയാണ്, പുണ്യമാണ്. മാതാപിതാക്കളെ ഒരു തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നു, നന്മയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളാരാ തമാശ പറയാത്തത്? നമ്മളാരാ ചിരിക്കാത്തത്? നമ്മൾ കാരണം വാപ്പയും ഉമ്മയും ചിരിച്ചാൽ നന്മയാണ്. സുബ്ഹാനല്ലാഹ്, നന്മയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവരുമായി സമയം ചിലവഴിക്കുക എന്നത്
നമ്മൾ അവരെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഹക്കാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മളെ പ്രയാസം മാറിക്കിട്ടാൻ, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ, നമ്മുടെ പ്രയാസ സമയത്ത് മാതാപിതാക്കളുടെ നന്മ, മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത നന്മ പ്രത്യേകം എടുത്തു പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ അവിടെ ദുആക്ക് ഉത്തരം കിട്ടാൻ വരെ കാരണം ഒന്നാണ്. അള്ളാഹുവെ, ഞാൻ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഇന്ന സമയത്ത് ഇന്ന ചെയ്തു കൊടുത്ത റബ്ബെ, അതിന്റെ തൃപ്തി ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞിട്ട് വസീലയാക്കി ദുആ ചെയ്യാം. അത്ര വസീലയാക്കാൻ പറ്റിയ വലിയ കർമ്മമാണ് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മ. അതുപോലെ തന്നെ എന്നീ ഉലമാക്കൾ വിശദീകരിക്കുന്നത് അവരുടെ തൃപ്തി നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളും അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളും ഉലമാക്കൾ കണ്ടാണ്. അഥവാ അവരോട് മോശമായി സംസാരിക്കാൻ പാടില്ല. മോശമായി സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്, പിന്നെ മാതാപിതാക്കളെ ചീത്ത പറയുന്നവൻ മാതാപിതാക്കളെ ചീത്ത പറയുന്നവൻ അള്ളാഹു ശപിച്ചിരിക്കുന്നു. മാതാപിതാക്കളെ ചീത്ത പറയുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് മാതാപിതാക്കളെ ചീത്ത പറയാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരുവൻ എന്ത് ചെയ്യാണ് തന്റെ സുഹൃത്തിനെ ചീത്ത പറയാൻ. അപ്പൊ അവൻ തിരിച്ചെന്ത് ചെയ്യാണ്, തിരിച്ച് നിന്റെ വാപ്പായെ ചേർത്ത് അല്ലെ ഉമ്മായെ ചേർത്ത് പറയാണ്. ഇവൻ പറഞ്ഞല്ല, ഇവന്റെ കൂട്ടുകാരൻ എന്ത് ചെയ്യാണ് ഇവനോട് പറയാണെന്നാ. അങ്ങനെ പറഞ്ഞാൽ അത് ഇവൻ തന്റെ വാപ്പായെ തെറി പറഞ്ഞതുപോലെയാണെന്ന്, ചീത്ത പറഞ്ഞതുപോലെയാണ്. ഇവ അവന്റെ വാപ്പാക്ക് വിളിക്കുന്നു, അവൻ അവന്റെ വാപ്പാക്ക് വിളിക്കുന്നു, ഉമ്മയെ ചേർത്ത് പറയുന്നു. ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അവൻ സത്യത്തിൽ സ്വന്തം വാപ്പയും ഉമ്മയല്ല ചീത്ത വിളിക്കുന്നത്, ശിവൻ കാരണം വാപ്പാക്കും ഉമ്മാക്കും ചീത്തയേക്കാൻ കാരണമാണ്. അങ്ങനെയുള്ളവർക്ക് ലഅനത്തുണ്ട് എന്ന ഹദീസിൽ കാണാം. അവിടെ ആ നിലക്കുള്ള സുഹൃത്ത് ബന്ധങ്ങൾ പോലും പാടില്ല. ആ നിലക്ക് മാതാപിതാക്കൾക്ക് മോശപ്പേരുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പോലും പാടില്ല എന്ന് അവരുടെ തൃപ്തിയെ കെടുത്തി കളയുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ റിസ്കിലും തന്നെ, നമ്മുടെ റിസ്കിൽ, നമ്മുടെ ജീവിത വിശാലതയിൽ, നമ്മുടെ സമ്പത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്നത് കാരണമാവുന്നതാണ്. ഒരിക്കൽ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, മൻ സർറഹു അൻ യമുദ്ദ ലഹു ഫീ ഉംരിഹി, ആരെങ്കിലും തന്റെ ആയുസ്സിൽ ദീർഘായുസ് ലഭിക്കാൻ, ആയുസ് കൂട്ടി കിട്ടാൻ, വയുവസ്സിഅ ലഹു ഫീ റിസ്കിഹി, അവന്റെ റിസ്ക് വിശാലമാകാൻ, മോശമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസ് വിശദീകരിച്ച ഉലമാക്കൾ പറയാണ്, ഒരു ഹദീസിൽ കുടുംബബന്ധം ചേർക്കാൻ കണ്ടാൽ അതിൽ ആദ്യം ഹക്കാരാണ്, മാതാപിതാക്കളാണ്. കുടുംബബന്ധം ചേർക്കാൻ പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ആരാണ്? മാതാപിതാക്കളാണ് എന്നാണ് ഈ ഹദീസിൽ നിന്നും ഉലമാക്കൾ പറഞ്ഞിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഇതാണ്, ലഅന അല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ് ലഅന അല്ലാഹു മൻ ലഅന വാലിദൈ എന്നും ഒരു ഹദീസിൽ കാണാം. ലഅന അല്ലാഹു മൻ ലഅന വാലിദൈ, മാതാപിതാക്കളെ ലഅനത്ത് ചൊല്ലിയവനെ, അല്ലെങ്കിൽ മാതാപിതാക്കളോട് മോശമായി സംസാരിച്ചവനെ അള്ളാഹും ലഅനത്ത് ചൊല്ലിയിരിക്കുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് നമ്മൾ സൂചിപ്പിച്ചത് മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തേണ്ട ഏതാനും ചില കാര്യങ്ങളാണ്. ഏതായാലും ഒരു മാനുഷികമായ പരിഗണന എന്ന നിലക്ക് ഒരു മനുഷ്യന്റെ ഫിത്രത്തിലുള്ള കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് കൊടുക്കുക എന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ശരീഅത്തിൽ ആ ഒരു ഫിത്രത്തിലുള്ള കാര്യത്തിന് പോലും അള്ളാഹു വമ്പിച്ച പ്രതിഫലം, അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് ദുനിയാവിലും ആഖിറത്തിലും വലിയ ഐശ്വര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ദുനിയാവിലെ വിജയത്തിനും ആഖിറത്തിലെ വിജയത്തിനും മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തൽ കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യയായാലും മക്കളായാലും കുട്ടികളായാലും നമ്മുടെ ചെറിയ പ്രായത്തിലെ അവർ നമുക്ക് ചെയ്ത നന്മകൾ, നമ്മൾ അവർ വളർത്തിയെടുത്ത പ്രയാസങ്ങൾ, അത് നമ്മൾ മറക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ല. അപ്പൊ സാധാരണ ജനങ്ങളോട് പോലും നന്ദി കാണിക്കുന്നില്ല എങ്കിൽ, സ്വന്തം മാതാപിതാക്കളോട് നന്ദി കാണിക്കാത്തവൻ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ വിഷയം ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ഇവിടെ ഇശാന് സമയമായി. അപ്പോ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.
നേരത്തെ ചോദിച്ച ഉസ്താദ്, മക്കളോട് വ്യത്യാസം കാണിക്കുമ്പോൾ വേദന ഉണ്ടായാൽ എങ്ങനെ മനസ്സിലാക്കണം? ഉദ്ദേശിച്ചതാണെന്ന് തോന്നുന്നു. മക്കളോട് വ്യത്യാസം കാണിച്ചാൽ അവിടെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നായിരിക്കും ഉദ്ദേശിച്ചത്, അല്ലേ? അത് മാതാപിതാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യമാണ്. പിന്നെ വ്യത്യാസം കാണിക്കാതെ അതിലോടുകൂടി വർത്തിക്കണമെന്നത് മാതാപിതാക്കളോട് കൽപ്പിച്ച കാര്യമാണ്. ഒരിക്കൽ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഒരു മകൻ ഒരു സമ്മാനം വാങ്ങി നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുകിൽ നീ രണ്ടുപേർക്കും കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടുപേർക്കും കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ മക്കളെന്ന നിലയ്ക്ക് നമ്മൾ തിരിച്ചൊന്നും കാണിക്കാൻ പാടില്ല, നന്മയെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം. വേറൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മുടെ ഇൽമിൽ ബർക്കത്ത് നൽകട്ടെ. അള്ളാഹു കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. هذا والله أعلم. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.